രണ്ട് തരത്തിലുള്ള പ്രതിഷേധമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഗവർണർക്ക് നേരെ SFIയുടെ പ്രതിഷേധം, മറ്റൊന്ന് പോലീസിന് നേരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. അത് രൂക്ഷമായി തന്നെ സംസ്ഥാനത്ത് ഉടനീളം 14 ജില്ലകളിലും കാണാൻ കഴിയുന്നു. മലപ്പുറത്തെ പ്രതിഷേധത്തിന്റെ ദൃശ്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചാണ് പുരോഗമിക്കുന്നത്. പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുകയാണ്. മിക്ക ഇടങ്ങളിലും പ്രതിഷേധ ജ്വാലയാണ് കാണാൻ കഴിയുന്നത്. മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, അടൂര് ഒക്കെ പ്രതിഷേധങ്ങൾ കണ്ടു. ദൃശ്യങ്ങളിലേക്ക് കോഴിക്കോട്ടെ പ്രതിഷേധത്തിന്റെ വിവരങ്ങളിലേക്ക് പോകുന്നു. രാഹുൽ KV ഉണ്ട്. രാഹുൽ, കോഴിക്കോട്ട് എവിടെയാണ് ഇപ്പോൾ പ്രതിഷേധ മാർച്ച്? യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാത്രമാണോ? കോൺഗ്രസ് നേതാക്കളൊക്കെ ഉണ്ടോ? എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? പ്രജീഷ്, കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. പോലീസ് ഇത് തടഞ്ഞു. ഇത് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടുകൂടി പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. അതിനുശേഷം ഇപ്പോൾ കമ്മീഷൻ ഓഫീസിന് മുൻപിലുള്ള റോഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിക്കുകയാണ്. ഏകദേശം ഒരു 10 മിനിറ്റ് സമയമായി റോഡ് ഉപരോധം പ്രതിഷേധിക്കുകയാണ്. NSU ജനറൽ സെക്രട്ടറി KM അഭിജിത്ത് ഉണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലയിലെയും സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുൾപ്പെടെയുള്ള നേതാക്കൾ നേതൃത്വം നൽകിക്കൊണ്ടാണ് പ്രതിഷേധം പുരോഗമിക്കുന്നത്. ഏതായാലും കമ്മീഷൻ ഓഫീസിലേക്കുള്ള മാർച്ചായതുകൊണ്ട് തന്നെ കനത്ത പോലീസ് കാവലുണ്ട്. ഒപ്പം തന്നെ പീരങ്കിയൊക്കെ പോലീസ് സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധം എല്ലാ ജില്ലകളിലും എന്ന വണ്ണം കോഴിക്കോടും ശക്തമായി തന്നെ പുരോഗമിച്ചു വരികയാണ്. പ്രാദേശിക തലങ്ങളിലൊപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം ഇപ്പോൾ കമ്മീഷൻ ഓഫീസിലേക്ക് മുൻപിലാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചുകൊണ്ട് പ്രതിഷേധവും പ്രവർത്തകരെ തടഞ്ഞ് കമ്മീഷൻ ഓഫീസിലേക്ക് അതിനുശേഷം ഇപ്പോൾ റോഡ് ഉപരോധിക്കുകയാണ്. ഗതാഗതം തടസ്സപ്പെട്ട് നിൽക്കുന്നു. ഗതാഗത ചെയ്തിട്ടുള്ളത്. മലപ്പുറത്തെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ്. മറ്റൊരു ഭാഗത്ത് അടൂരിന്റെ പ്രതിഷേധം ശക്തമായി തന്നെ നടക്കുന്നത്. കോഴിക്കോട്ട് പ്രതിഷേധം അതിരുവിട്ട പ്രതിഷേധമാണ്. പാലക്കാടും വലിയ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പ്രതിഷേധം പലയിടങ്ങളിലായിട്ട് രൂപപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു. കോടതിയിലത് വാദം നടക്കുകയാണ്. ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വാദം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങൾ എന്ന് കാണാം മലപ്പുറത്ത്.
സംസ്ഥാനത്തെങ്ങും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുള്ള പ്രതിഷേധ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. രാഹുൽ KV ചേരുന്നുണ്ട്. രാഹുൽ, കോഴിക്കോട് ഏത് പ്രദേശത്താണ്, എവിടെയൊക്കെയാണ് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത്? ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോഴിക്കോട് കമ്മീഷൻ ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തി റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ബലംപിടുത്തത്തിന് ഇത് കാരണമാകുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ കാണാം, പോലീസിന്റെ ആ ഒരു ശക്തിയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നിലത്ത് കിടന്നുകൊണ്ടൊക്കെ പ്രതിഷേധിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. പോലീസ് കൂടുതലായി തന്നെ വലിയ സന്നാഹത്തിൽ ഇവിടെ ഉണ്ട്, പ്രത്യേകിച്ച് കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ പോലീസ് ബലപ്രയോഗത്തിലൂടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് തത്സമയം റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ ഏകദേശം ഒരു 50ഓളം പ്രവർത്തകരാണ് ഉള്ളത്. കമ്മീഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചായി വന്നതാണ്. ഓഫീസിലേക്ക് പ്രവേശിക്കാനുള്ള ശ്രമം പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് സ്ഥാപിച്ചിരുന്നില്ല, പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർ തടഞ്ഞു. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് തത്സമയം പോകാം. ദൃശ്യങ്ങളിലേക്ക് തത്സമയം പോകാം. കോഴിക്കോട് പ്രതിഷേധിക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്, ബലം പ്രയോഗിക്കുകയാണ് പോലീസ്. സംസ്ഥാനത്തെമ്പാടും പ്രതിഷേധം വ്യാപിക്കുകയാണ്. കൊല്ലത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. പോലീസുമായി ഏറ്റുമുട്ടൽ.
സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസ് തെരുവിൽ ഇറങ്ങി പ്രതിഷേധം ആളിക്കത്തിക്കുകയാണ്. പോലീസുമായി പല ജില്ലകളിലും ഏറ്റുമുട്ടൽ. നിരവധി പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കസ്റ്റഡിയിൽ എടുക്കാൻ കഴിയാത്ത വിധം പോലീസുമായി ഏറ്റുമുട്ടുന്ന ഇടങ്ങളും ഉണ്ട്. എല്ലാ ജില്ലകളിലും പ്രതിഷേധം വ്യാപിപ്പിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, അടൂര്, കൊല്ലം, തിരുവനന്തപുരം പ്രതിഷേധം അങ്ങനെ ആളിപ്പടരുകയാണ്. എല്ലാ ജില്ലകളിലും പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൊല്ലത്തും വലിയ പ്രതിഷേധമുണ്ട്. പോലീസിന് നേരെ ആഞ്ഞെടുക്കുന്നു. പോലീസുമായി ഉന്തും തള്ളും ഉണ്ടാകുന്ന ദൃശ്യങ്ങളും കണ്ടു.